എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 23ഉം 24ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപജാതിവൃത്തം തന്നെയാണുള്ളത്. ഭഗവാൻ മധുരാപുരിയിൽ നടത്തിയതായിട്ടുള്ള ഭരണവിശേഷങ്ങൾ, ജനങ്ങൾക്ക് കൊടുത്ത സൗകര്യങ്ങൾ, അതിനെ പറ്റിയിട്ടൊക്കെയാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ പറഞ്ഞത്. അതിൻ്റെ ഒരു തുടർച്ച, അതുപോലെ തന്നെ അതിനെ ഒന്ന് അവസാനിപ്പിക്കുകയാണ് ഈ 2 ശ്ലോകങ്ങളിലും കവി ചെയ്യണത്. നമുക്ക് ആദ്യം 23ാമത്തെ ശ്ലോകം നോക്കാം. അദൂയതൗദാര്യപരാക്രമാഭ്യാം അപാകൃതാശേഷജനോപരാഗ രഥാംഗനാംനാം രജനീഷു ശൗരി ആക്രാന്തിദാദപ്രതിസംവിധേയാത്. വളരെ തമാശയായിട്ടൊരു കാര്യം ഇവിടെ കവി പറയാണ്. എന്താണ് ഭഗവാന്റെ ഒരു ഇച്ഛ, അതെന്തായിരുന്നു എന്നുള്ളതാണ് പറയണത്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. അദൂയത ഔദാര്യപരാക്രമാഭ്യാം അപാകൃത ആശേഷജനോപരാഗ രഥാംഗനാംനാം രജനീഷു ശൗരി ആക്രന്തിദാത് അപ്രതിസംവിധേയാത്. എന്തിനൊക്കെ ഭഗവാൻ പരിഹാരമുണ്ടാക്കി എന്നുള്ളതാണ് പറയണത്. ഔദാര്യ പരാക്രമാഭ്യാം അപാകൃതാശേഷ ജനോപരാഗ. ഔദാര്യം കൊണ്ടും പരാക്രമം കൊണ്ടും, അതാണ് അത് ദ്വിവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഔദാര്യ പരാക്രമാഭ്യാം, ആവശ്യമുള്ളവർക്ക്, അർഹതയുള്ളവരോട് ഔദാര്യം കാണിച്ചുകൊണ്ടും, ഇനി അതല്ല മറ്റൊരു രീതിയിലാണ് ആക്രമിക്കാനോ അല്ലെങ്കിൽ ഉപദ്രവിക്കാനൊക്കെയാണ്, അല്ലെങ്കിൽ വമ്പ് കാണിക്കാനൊക്കെയാണ് പുറപ്പെടുന്നത് എങ്കിൽ അവരെയൊക്കെ അടിച്ചമർത്തിക്കൊണ്ടും, ഈ 2 നടപടികൾ രാജാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുതന്നെയാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു വിധത്തിൽ ഭഗവാനും ചെയ്തത്. അതാണ് ഔദാര്യം കൊണ്ടും പരാക്രമം കൊണ്ടും അപാകൃത അശേഷ ജനോപരാഗ. ജനാനാം ഉപരാഗ അപാകൃത. അത് അങ്ങനെ ചെയ്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് അപാകൃതാശേഷ ജനോപരാഗ എന്ന് ഭഗവാന്റെ വിശേഷണമായിട്ട് കൊടുത്തത്. ജനാനാം ഉപരാഗ. ഉപരാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ഗ്രഹണത്തിനെയാണ് പറയുക. ഗ്രഹണം സംഭവിക്കുക എന്നുള്ളത് കൊണ്ട് കഷ്ടകാലം, ദുരിതം, ഇല്ലായ്മകൾ, കെടുതികൾ, ദാരിദ്ര്യം വരിക, ഇതൊക്കെയാണ് ഇവിടെ അർത്ഥമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അശേഷജനങ്ങളുടെയും ഉപരാഗങ്ങൾ, അശേഷജനം എന്ന് പറഞ്ഞാൽ മധുരാപുരിയിലെ ജനങ്ങളുടെ മുഴുവനും വറുതികളെ ഇല്ലായ്മ ചെയ്യുന്നവനായ അപാകൃതം, അപാകരിക്കുക, ദൂരെയാക്കി കളയുക. അതായത് മധുരാപുരിയിലെ ജനങ്ങൾക്കൊന്നും പിന്നെ ഭഗവാൻ രാജാവായി ഉഗ്രസേനനെ സഹായിക്കാൻ തുടങ്ങിയതിന് ശേഷം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതാണ് അപാകൃത ആശേഷ ജനോപരാഗ. ജനങ്ങളുടെ ഉപരാഗങ്ങൾ. ഉപരാഗം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ ഈ പെട്ടെന്ന് ഗ്രഹപ്പിഴ എന്നുള്ളൊരു വാക്ക് ഓർമ്മ വരികയാണ്. ഗ്രഹപ്പിഴ എന്ന് നമ്മൾ പറയണത് ഈ കഷ്ടകാലത്തിനെയാണല്ലോ. അതും ഈ ഗ്രഹണവും ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കണ ഒരു വാക്കാണ്. അപ്പോൾ ചിലരുടെ കഷ്ടകാലം, അത് ആ കഷ്ടകാലത്തിനെ മറികടക്കാൻ ഭഗവാൻ അവരെ സഹായിക്കുന്നു. മധുരാപുരിയിലെ ജനങ്ങൾക്കൊക്കെ അതുകൊണ്ട് വളരെയധികം സന്തോഷമേ ഉണ്ടായുള്ളൂ. അങ്ങനെ എല്ലാ കഷ്ടകാലങ്ങളും നീക്കി കൊടുക്കുന്നവനായ ശൗരി ശ്രീകൃഷ്ണൻ രജനീഷു, രാത്രികളിൽ, രഥാംഗനാംനാം അപ്രതിസംവിധേയാത് ആക്രന്തിതാത് അദൂയത. രഥാംഗം എന്നു പേരുള്ള പക്ഷികളെന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ മനസ്സിലാക്കണം. രഥാംഗം എന്ന് പറഞ്ഞാൽ രഥത്തിൻ്റെ അംഗം ചക്രം. അപ്പോൾ ചക്രം എന്നു പേരുള്ള പക്ഷികൾ ഏതാണ്? ചക്രവാക പക്ഷികൾ. ഇവിടെ രഥാംഗം എന്ന് പറയുമ്പോൾ പല അംഗങ്ങളും, കൊടിമരമായാലും അതിൽ കയറി നിൽക്കാനുള്ള സ്ഥലമായാലും കുതിരയെ കെട്ടുന്ന സ്ഥലമായാലും ഒക്കെ രഥാംഗമാണെങ്കിൽ പോലും ചക്രത്തിനെയാണ് സവിശേഷതയാ നമ്മൾ അർത്ഥം സ്വീകരിച്ച് പറയാറുള്ളത്. അതുകൊണ്ട് രഥാംഗനാംന എന്ന് പറയുമ്പോൾ ചക്രവാക പക്ഷികൾ എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത്. ആ പേരുള്ള പക്ഷികളുടെ അപ്രതിസംവിധേയാത് ആക്രന്തിതാത്, അവരുടെ ആക്രന്ദനങ്ങൾ, അവരുടെ കരച്ചിലുകൾ, ആ കരച്ചിലുകൾ എങ്ങനെയുള്ളതായിരുന്നു? അപ്രതിസംവിധേയം. അപ്രതിസംവിധേയം എന്ന് പറഞ്ഞാൽ അതിനെ പ്രതിസംവിധാനം ചെയ്യാൻ പറ്റാത്തത്. പ്രതിസംവിധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, ഇല്ലാതെയാക്കുക. എന്തിനാണ് ഇല്ലാതെയാക്കേണ്ടത്? കരച്ചിലിന്. ഈ പക്ഷികളുടെ നെലുവിളി ഇല്ലാണ്ടാക്കണം.
പക്ഷെ അതിനു മാത്രം ഭഗവാന് സാധിച്ചില്ല എന്ന് കവി വർണ്ണിക്കുകയാണ്. അതാണ് അപ്രതിസംവിധേയാത് ആക്രന്തിതാത്. പ്രതിസംവിധാനം ചെയ്യാൻ പറ്റാത്ത ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായിരുന്നു? അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ് ചക്രവാക പക്ഷികളുടെ കരച്ചിലെന്ന്. ചക്രവാക പക്ഷികളുടെ കരച്ചിലിന് എന്താ സംവിധാനം ചെയ്യാൻ പറ്റാഞ്ഞത്? അത് ഒരാളെ കൊണ്ട് അതിന് സംവിധാനം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാത്രി ആയാൽ ഈ പക്ഷികൾക്ക് ഭയങ്കര സങ്കടമാണ്. ഈ പക്ഷികൾക്ക് ഒരേ ഒരു ഇണയെ ജീവിതകാലം മുഴുവനും ഉണ്ടാവുള്ളൂ. ആ ഇണപക്ഷിയെ കാണാൻ പറ്റാതെ ആയാൽ അപ്പോൾ മറ്റേ പക്ഷി കരയാൻ തുടങ്ങും. പ്രത്യേകിച്ച് രാത്രി ആയാൽ അവർക്കൊരു തരത്തിലും ആ കരച്ചിലിൽ നിന്ന് മോചിതരാവാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇരുട്ട് വരുമ്പോൾ ഇണപക്ഷികൾക്ക് തമ്മിൽ കാണാൻ പറ്റാതെ ആവുന്നു. അവർ വല്ലാതെ സങ്കടപ്പെടുന്നു. പിന്നെ സൂര്യൻ വരുമ്പോഴാണ് അവർക്ക് സന്തോഷം വരുന്നത്. സാധാരണഗതിയിൽ ഈ പക്ഷികളെ ഇങ്ങനെ വർണ്ണിക്കണത് മനുഷ്യരുടെ ഇടയിൽ ഈ ഇണകളെ വേർപിരിയാത്ത ആൾക്കാരെ വർണ്ണിക്കാനാണ്. അവർ ചക്രവാക പക്ഷികൾ പോലെയാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടി ചക്രവാക പിട പോലെയാണ്, ഭർത്താവിൻ്റെ അടുത്തുനിന്ന് മാറിപ്പോവില്ല. ധന്യാസാസ്ത്രീ യാം തഥാവേത്തി ഭർത്ത എന്ന് ഭാസൻ പറയുന്നുണ്ട്. ഏതൊരാളാണോ അപ്രകാരം അവളെ അറിയുന്നത്, നൈവേദാനിയും താദൃശാശ്ചക്രവാക നൈവേപ്യന്യേ സ്ത്രീ വിശേഷേർ വിയുക്ത എന്നൊക്കെ ഒരു ശ്ലോകത്തിൽ സ്വപ്നവാസവദത്തത്തിൽ വാസവദത്ത ഉദയനന്മാരെ പറ്റിയിട്ട് ഭാസൻ പറയുന്നുണ്ട്. അവർ ചക്രവാക പക്ഷികളെ പോലെയായിരുന്നു, തമ്മിൽ വേർപെടാതെ ജീവിച്ചവരാണ്, ഒന്നിച്ചതിന് ശേഷം വേർപെട്ട് ജീവിച്ചിട്ടേ ഇല്ല. അത്രയ്ക്ക് പ്രേമമായിരുന്നു രണ്ടിനും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ വാക്കൊക്കെ പറഞ്ഞത്. ഇവിടെയും ആ അർത്ഥം തന്നെയാണ്. അതായത് ചക്രവാക പക്ഷികൾക്ക് വേർപെട്ട് ജീവിക്കാൻ സാധ്യമല്ല. അങ്ങനെയൊക്കെയുള്ള ചില ലൗകികമായ, അതായത് ഒട്ടും മാറ്റാൻ പറ്റാത്തതായ ചില ഘടകങ്ങളെ മാത്രമേ ഭഗവാന് മാറ്റാൻ പറ്റാതെ കണ്ടു വന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും ഭഗവാൻ പരിഹാരം കണ്ടു എന്നർത്ഥം. അതാണ് ഇവിടെ പറഞ്ഞ അപ്രതിസംവിധേയാത് ആക്രന്തിതാത്. ഒരു മറുമരുന്നുമില്ലാത്തതായ പക്ഷികളുടെ കരച്ചിലിന് വേറൊന്നും കൊടുക്കാനുണ്ടായില്ല. അത് കണ്ടിട്ട് അദൂയത, ശ്രീകൃഷ്ണനും ദുഃഖം വന്നു. അതിന് മാത്രം മറുമരുന്നൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. പക്ഷികൾക്ക് അവരുടെ ഇണകളെ കാണിച്ചു കൊടുക്കാൻ രാത്രി ആയതുകൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്നാലോചിച്ച് കരയാൻ മാത്രമേ ഭഗവാനും പറ്റിയുള്ളൂ. പ്രത്യേകിച്ച് ഇവിടെ പറയണത് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, രാത്രിയും പകലിനെയും മാറ്റാൻ മാത്രം പറ്റിയില്ല. അതൊരു വലിയ പ്രതിഭാസമാണല്ലോ. ഭൂമിയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രതിഭാസമാണ് രാവും പകലും വരിക എന്നുള്ളത്. അതിനെ മാറ്റാൻ മാത്രം പുറപ്പെട്ടില്ല. വേണമെങ്കിൽ അതും പറ്റുമായിരുന്നു, പക്ഷേ ഭഗവാൻ അതിനൊന്നും മുതിർന്നില്ല. മാത്രമല്ല, ലോകത്തിൽ മാറ്റാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ജനങ്ങൾക്ക് സൗഖ്യവും സന്തോഷവും പകർന്നു കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഉഗ്രസേനന് വലിയൊരു സഹായിയായി തീർന്നു എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 24-ാമത്തെ ശ്ലോകം നോക്കൂ. ഇത്യുഗ്രസേനസ്യ പതിർയദൂനാം വിധേയമൃദ്ധം ച വിധായ രാഷ്ട്രം നന്ദം യശോദാം ച നിജോപകണ്ഠം സമാഗതൗ വീക്ഷ്യ സശർമ്മലേഭേ. വളരെ ലളിതമായിട്ടുള്ളൊരു ശ്ലോകമാണ്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. ഇതി ഉഗ്രസേനസ്യ പതി യദൂനാം വിധേയം ഋദ്ധം ച വിധായ രാഷ്ട്രം നന്ദം യശോദാം ച നിജോപകണ്ഠം സമാഗതൗ വീക്ഷ്യ സ ശർമ്മ ലേഭേ. ഇവിടെ മുമ്പ് പറഞ്ഞ ചില വാക്കുപാലിക്കലുകളൊക്കെയാണ്. നന്ദഗോപുരം യശോദയും വന്നു എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. ഭാഗവതത്തിലും നാരായണീയത്തിലും പിന്നെ അവരെ കാണുന്നതായിട്ടൊന്നും പറയണില്ലെങ്കിലും സുകുമാരകവി സമാധാനത്തിന് വേണ്ടിയിട്ടത് കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അന്വയം വരണത്? സ യദൂനാം പതി. ആ യാദവന്മാരുടെ പതിയായിട്ടുള്ള ശ്രീകൃഷ്ണനുണ്ടല്ലോ, ആ ശ്രീകൃഷ്ണൻ ഇതി ഉഗ്രസേനസ്യ വിധേയം രാഷ്ട്രം വൃദ്ധം ച വിധായ. ഇതി ഇപ്രകാരം നേരത്തെ പറഞ്ഞ മട്ടിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ ശ്ലോകങ്ങളിൽ എന്തൊക്കെയാണോ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് ശ്രീകൃഷ്ണൻ ചെയ്തു എന്ന് പറയണത് അതൊക്കെ ചെയ്തിട്ട് ഇതി ഇപ്രകാരം ഉഗ്രസേനസ്യ വിധേയം രാഷ്ട്രം, ഉഗ്രസേനന് അധീനപ്പെട്ട് നിൽക്കുന്നതായ മധുരാ രാജധാനിയെ, മധുരാ രാജ്യത്തെ മുഴുവനും തന്നെ ഉഗ്രസേനന് വിധേയമായിട്ടുള്ള, അതായത് ഉഗ്രസേനൻ രാജാവായിട്ടുള്ള ആ രാജ്യത്തിനെ ഋദ്ധം ച വിധായ. ഋദ്ധം എന്ന് പറഞ്ഞാൽ സമ്പദ് സമൃദ്ധം. ഋദ്ധം എന്നുള്ള വാക്ക് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത്ര കേട്ടിട്ടുണ്ടാവില്ല. സമൃദ്ധം എന്ന് നല്ലോണം കേട്ടിട്ടുണ്ടാവും.
അതായത് ചില വാക്കുകൾ അങ്ങനെയാണ്, അത് ഉപസർഗങ്ങൾ കൂടിയിട്ടുള്ളതാണ് പ്രസിദ്ധാവുക, മറ്റത് അവിടെ ഉണ്ടെങ്കിലും ആരും അത്ര ശ്രദ്ധിക്കാറില്ല. അതിനുദാഹരണമാണ് ഈ ഋദ്ധം എന്നുള്ള വാക്ക്. സമൃദ്ധം അല്ലെങ്കിൽ സമൃദ്ധി എന്നുള്ള വാക്കൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. സമ്യക്കാകുന്ന ഋദ്ധം, നല്ലവണ്ണം സമൃദ്ധമായത്, നല്ലവണ്ണം സമ്പന്നമായത് എന്നുള്ളതാണ് സമൃദ്ധം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഉഗ്രസേനൻ്റെ കീഴിലുണ്ടായിരുന്ന രാജ്യത്തെ കംസൻ്റെ അതിപ്രസരണം കാരണം അല്ലെങ്കിൽ തോന്നിവാസം കാരണം നശിച്ചു പോയതായ രാജ്യത്തിനെ വീണ്ടും പഴയതുപോലെ തന്നെ സമ്പദ് സമൃദ്ധമാക്കി തീർത്തു. പണ്ട് ഉഗ്രസേനൻ്റെ കയ്യിൽ തന്നെയായിരുന്നു രാജ്യം. ഉഗ്രസേനൻ വൃദ്ധനായി എന്ന് പറഞ്ഞിട്ട് കംസൻ തട്ടിയെടുത്തതാണ്. മകനൊക്കെയാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ദുസ്വഭാവിയാകുമ്പോൾ അങ്ങനെയൊക്കെ പലതും ചെയ്യും. അപ്പോൾ ഉഗ്രസേനൻ്റെ കീഴിലുണ്ടായിരുന്ന രാജ്യത്തിനെ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് നയിച്ചിട്ട് ഋദ്ധം വിധായ നിജോപകണ്ഠം സമാഗതൗ നന്ദം യശോദാം ച വീക്ഷ്യ ശർമ്മ ലേഭേ. ആ ഇടയ്ക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം അച്ഛനും അമ്മയും, തൻ്റെ വളർത്തച്ഛനും വളർത്തമ്മയുമായിട്ടുള്ള നന്ദഗോപരും യശോദയും ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. അതാണ് നിജ ഉപകണ്ഠം. നിജ ഉപകണ്ഠം എന്ന് പറഞ്ഞാൽ തൻ്റെ രാജ്യത്തിലേക്ക്, അടുത്തേക്ക്, അതായത് മഥുരാപുരിയിലേക്ക് വന്നവരായ, സമാഗതവും വന്നു ചേർന്നവരായ, നന്ദം യശോദാം ച വീക്ഷ്യ, ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി മാത്രം വന്നവരാണ്, വേറെ ഒരു ലക്ഷ്യമില്ല. അല്ലെങ്കിൽ മഥുരാപുരിയിലേക്കൊന്നും നന്ദഗോപര് വരാറന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വല്ല നികുതി അടയ്ക്കാൻ വേണ്ടിയിട്ട്, കരം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പോവാറുള്ളൂ. അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് നന്ദഗോപരും യശോദയും വരാൻ തുടങ്ങി തൻ്റെ പുത്രനെ കാണാൻ വേണ്ടിയിട്ട്, അവരുടെ പുത്രനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ മഥുരാപുരിയിൽ എത്തിച്ചേർന്നവരായ അച്ഛനമ്മമാരെ കണ്ടിട്ട്, നന്ദനെയും യശോദയെയും കണ്ടിട്ട് ശർമ്മലേഭേ, ഭയങ്കര സന്തോഷം വരെ ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക്. അതായത് ഇവരെ വിട്ടു പിരിഞ്ഞു എന്നുള്ള ദുഃഖമൊക്കെ മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു കാലം വരെ അവിടെയാണല്ലോ ജീവിച്ചത്. അപ്പോൾ അവരെ കാണണമെന്ന് മോഹമുണ്ട്. അതറിഞ്ഞുകൊണ്ട് തന്നെ നന്ദഗോപരും യശോദാദേവിയും ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടിയിട്ട് മഥുരാപുരിയിലേക്ക് വരികയുണ്ടായി. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് കുറച്ച് ദിവസം ആ അച്ഛനമ്മമാരുടെ കൂടെ മഥുരാപുരിയിൽ താമസിച്ചു. നേരത്തെ ക്ഷണിച്ചിരുന്നുവല്ലോ വസുദേവരെ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് താമസിച്ചോളൂ, നമുക്ക് ഒരുമിച്ച് ശ്രീകൃഷ്ണനെ വേണ്ട സഹായങ്ങൾ സഹകരണങ്ങൾ ഒക്കെ കൊടുക്കാം, വളർത്തി ഒന്നുകൂടി വലുതാക്കാം എന്നൊക്കെ പറഞ്ഞുല്ലോ. അപ്പോൾ അതനുസരിച്ച് വസുദേവരുടെ വാക്കുകൾ മുഴുവൻ അങ്ങോട്ട് തള്ളിക്കളയാൻ നന്ദഗോപർക്കുമായില്ല. തൻ്റെ മകൻ തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് ഇടയ്ക്കൊന്ന് വരേണ്ടായി. അങ്ങനെ അവരെയൊക്കെ കണ്ട് കൂടുതൽ കൂടുതൽ സന്തുഷ്ടനായി തീർന്നു ശ്രീകൃഷ്ണൻ എന്നാണ് ഈ 2 ശ്ലോകത്തിൽ കവി വർണ്ണിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. അദൂയത ഔദാര്യപരാക്രമാഭ്യാം അപാകൃതാശേഷജനോപരാഗ രഥാംഗനാംനാം രജനീഷു ശൗരിരാക്രന്ദിതാത് അപ്രതിസംവിധേയാത് ഇത്യുഗ്രസേനസ്യ പതിർയദൂനാം വിധേയമൃദ്ധം ച വിധായ രാഷ്ട്രം നന്ദം യശോദാം ച നിജോപകണ്ഠം സമാഗതൗ വീക്ഷ്യ സശർമ്മലേഭേ. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.